പോർട്രേറ്റുകളാണ് വരച്ചു തുടങ്ങിയത്. മനുഷ്യന്മാരുടെ മുഖങ്ങൾ തന്നെയാണ് ആദ്യം വരച്ചു തുടങ്ങിയത്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആവർത്തനം തോന്നി. കണ്ണും മൂക്കും ചുണ്ടും തന്നെയാ അതിങ്ങനെ റിപ്പീറ്റ് വരുന്നത് പോലെയും അതിലിപ്പം സെൽഫ് ആയിട്ട് നമുക്കിപ്പോൾ ഒരാളുടെ പോർട്രേറ്റ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അവർക്ക് തോന്നും ഞാൻ കുറച്ചുകൂടെ ഭംഗിയുള്ളതല്ലേ, ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ. തിരിച്ച് കമന്റ്സ് വരാൻ തുടങ്ങി. ഇല്ല, എൻ്റെ മൂക്ക് ഇങ്ങനെയല്ല, എൻ്റെ ചുണ്ട് ഇങ്ങനെയല്ല. പരാതികൾ ഒരു കുന്നോളം കയറിയപ്പോൾ എനിക്ക് മടുത്തു. ആ മുഖങ്ങൾ കണ്ടു മടുത്തു. ആ പോയിന്റിൽ നിന്നാണ് എനിക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഇതിലേക്ക് വന്നപ്പോഴാണ് ആ ഒരു സ്പാർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള നെഗറ്റീവ് കമൻസും ഒരു നെഗറ്റിവിറ്റി നമ്മുടെ സെക്ഷൽ ആക്ടിവിറ്റിയിലും ന്യൂഡിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ നെഗറ്റീവാണ് എന്നെ അട്രാക്ട് ചെയ്തത്. എന്തുകൊണ്ട് വരച്ചൂടാ? ആരാ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നത്? ഫ്രീ വില്ല് എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പം ആ ഫ്രീ വില്ല് വെച്ച് ഞാൻ ഡിസൈഡ് ചെയ്തു ഇങ്ങനെ ഒരു കാര്യം വരച്ചു നോക്കാം. പ്രതികരണം ഒരുപാട് പോസിറ്റീവ്സ് വന്നെങ്കിലും പുറകിൽ എന്നെ അറിഞ്ഞൂടാത്തവർ എന്നെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. ഇത് ആ ആർട്ട് വർക്കിനെ കാണുന്നതിലുപരി ഇത് വരയ്ക്കുന്ന ആളുടെ ചിന്താഗതി എന്താണ്, അവരെന്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്, അവരെങ്ങനത്തെ ആളായിരിക്കും, എത്രക്കാരിയാ, ഒന്ന് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ, അതും മോശമായ രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ, അതൊരു ചാൻസ് അല്ലേ, ഒരു ഓപ്പൺ സ്പേസ് ആണ് ഞാൻ അവിടെ തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് വന്ന് ഒരു ഭയത്തിന്റെ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ നിൽക്കുന്ന സമൂഹം ഒരു കാര്യത്തെ ഭയങ്കര ഒരു ബോക്സിനകത്താണ് കാണുന്നത്. അതിന്റെ പുറത്ത് ചിന്തിക്കാൻ ആ ഒരു ലൈൻ ഓഫ് ആൾക്കാരാണ്. ഞാൻ ഇപ്പൊ നിൽക്കുന്ന സൊസൈറ്റിയിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ മന്ത്ലി ഡെയിലി ഉള്ള വേജസിൽ അന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നവരാണ്. അവർക്ക് ഈ ആർട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പുച്ഛമായിരിക്കും. ആദ്യം അതായിരിക്കും, ഇതിനൊക്കെയാണോ സമയം ചെലവാക്കുന്നത്? ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആ ഒരു ഇതിനൊക്കെയാണോ സമയം ചെലവാക്കുന്നത് എന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് ഞാൻ കണ്ടെത്തിയൊരു കാര്യം, ഞാൻ എടുത്ത ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് പ്രീമിയം ആർട്ട് സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, എന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന, അതായത് അത് ആ ആർട്ടിനെ ആർട്ടായിട്ട് കാണുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുന്ന ചില മനുഷ്യന്മാർക്ക് മാത്രം ക്ലിക്കാവുന്ന ആ മാനസികാവസ്ഥ. ഞാൻ പറയുന്നത് ഫിനാൻഷ്യൽ പ്രീമിയം അല്ല, പക്ഷെ മനസ്സിനെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർട്ട് വർക്കിലേക്ക് കൈയെടുത്ത് വെക്കാനുള്ള കാരണം.